മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള മോഹൻലാലിന്റെ കഴിവിനെ പുകഴ്ത്തി സിദ്ദിഖ്. ചോട്ടാ മുംബൈ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം ഉച്ചയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. ലാലായിരുന്നു മറുവശത്ത്. ഞാൻ വീട്ടിൽ വന്നാൽ ഊണ് തരാമോ എന്ന് ചോദിച്ചു. പിന്നെന്താ എന്ന് ഞാൻ. എങ്കിൽ ഗേറ്റ് തുറക്കൂ, ഞാൻ നിങ്ങളുടെ വീടിന്റെ മുന്നിലുണ്ട്. ഇതാണ് ലാൽ. ഓരോ നിമിഷവും എന്തെങ്കിലുമൊക്കെ സർപ്രൈസുകൾ അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കും. മറ്റൊരിക്കൽ ഒരു ഗൾഫ് ഷോയുടെ ഭാഗമായി ഞങ്ങൾ ഒന്നിച്ച് ദുബായിലുണ്ടായിരുന്നു. പ്രോഗ്രാമുള്ള ദിവസം ഞാൻ ഒന്നും കഴിക്കാറില്ല. പക്ഷേ ലാൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എത്ര ദിവസമായി ഇത് തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ട്, ചോറും മീൻകറിയും കഴിക്കാൻ തോന്നുന്നു എന്ന്. പിന്നീട് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ലാൽ എന്നെ റൂമിലേക്ക് വിളിച്ചു. അവിടെ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു. 2 പാത്രങ്ങളിലായി ചോറും മീൻകറിയും ഇരിക്കുന്നു. എന്റെ ആഗ്രഹം കേട്ട് ദുബായിലുള്ള ലാലിന്റെ തന്നെ ഹോട്ടലിൽ നിന്ന് വരുത്തിച്ചതായിരുന്നു അത്. അന്ന് ലാൽ എന്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള ചോറ് വാങ്ങി കഴിക്കുക കൂടി ചെയ്തു. ഇതിനുമൊക്കെ പുറമെ എത്രയെത്ര സംഭവങ്ങൾ, അനുഭവങ്ങൾ. ഒരിക്കൽ ലാലിന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് ലാലിന് എന്തുകൊണ്ടാണ് ഇത്ര സ്നേഹസമ്പന്നനാകാൻ കഴിയുന്നത് എന്ന്. ലാലിന്റെ അമ്മ തന്നെയാണ് അതിന് കാരണം. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരമ്മ. ആ അമ്മയിൽ നിന്ന് കിട്ടിയ സ്നേഹത്തിന്റെ മാധുര്യമാണ് അദ്ദേഹം എല്ലാവർക്കും പകർന്നുകൊണ്ടിരിക്കുന്നതെന്നും സിദ്ദീഖ് പറയുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.